എവിടെ രാജു പി നായർ? പുറത്തിറങ്ങി വാട കള്ള ഹിമാറ. ഒരു വ്യാജ ആരോപണം ചാനലിൽ പോയിരുന്നു ഉന്നയിച്ചിട്ട് അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നപ്പോ നായരെ പിന്നെ പോയ വഴി കാണാനില്ല, പുല്ല് കിളിർക്കാത്തൊരവസ്ഥയുണ്ട്. ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ പോയിരുന്നു. എവിടെയോ തുറന്ന് ഒരു രേഖയും കൊണ്ടുവന്നിട്ട് ഇതാ CPM അഴിമതി കാട്ടി എന്നുള്ളതായിരുന്നു ആരോപണം. അതായത് എന്തും വാലും തുമ്പും ഇല്ലാതെ വെടിപൊട്ടിക്കുക, അതിൽ കടിച്ചു തൂങ്ങി ഊഞ്ഞാലാടുക. ഇതാണ് ചാനൽ ചർച്ചയ്ക്ക് പോണ നായരുടെ സ്ഥിരം തന്ത്രം. ഒച്ചയെടുത്ത് ആവേശഭരിതമായി എന്തോ ഇവിടെ സംഭവിക്കുന്നു എന്ന തോന്നലുണ്ടാക്കുക. സതീശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പുതിയ ട്രെയിനിങ് ആണ്. സകല കോൺഗ്രസ്സുകാരും എടുത്ത് പയറ്റുന്നതാണ്. കയ്യിലുള്ളത് വെറും ബെഡായി ആണെങ്കിലും ആധികാരികമായി ഒച്ചയെടുത്ത് അങ്ങോട്ട് ബഹളവും കോലാഹലവും ഉണ്ടാക്കിയിട്ട് കാണുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക. അങ്ങനെയാണ് ഇന്നലെ ഈ നമ്പർ ഇറക്കി വിട്ടത്. എന്നിട്ട് എന്തൊരു മേളമായിരുന്നു. കാര്യം ഒരു ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ ഒരു സംഭവത്തെക്കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ മറുപടി കൊടുക്കാനായിട്ടുള്ള രേഖകൾ കൈവശമില്ലെങ്കിൽ അതിനുപോലും സമയം കൊടുക്കാതെ അതങ്ങ് സ്ഥാപിക്കാനായിരുന്നു നായരുടെ ശ്രമം. എന്ത് വേണം? ശവന്തൂക്കികളെ എത്ര രൂപ മോഷ്ടിച്ചു? അരുൺകുമാറിനെ പോലത്തെ ശവന്തൂക്കികളെ എത്ര രൂപ മോഷ്ടിച്ചു? ശവന്തൂക്കികളെ എത്ര രൂപ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വെരിഫൈ ചെയ്യട്ടെ. CPM അത്തരത്തിലുള്ളൊരു രേഖ വെരിഫൈ ചെയ്യാതെ നമുക്ക് പറയാൻ കഴിയില്ല. തെറ്റായിട്ടുള്ള പരാമർശങ്ങൾ നടത്താൻ അദ്ദേഹത്തെ അനുവദിക്കരുത്. അദ്ദേഹത്തെ നാക്കിന് എല്ലില്ല എന്ന് വെച്ച് എന്ത് തോന്നിവാസം പറയാൻ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി അനുവദിക്കരുത്. ഇത്തരത്തിലുള്ള അതൊക്കെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ മതി. എന്ത് വേണം? അരമണിക്കൂർ കൊണ്ടാണ് ഒരു ആരോപണത്തെ സംബന്ധിച്ച് എങ്ങനെ CPM എത്ര ഫണ്ട് പിരിച്ചു, ഈ ഫണ്ട് പിരിച്ചത് ആവർത്തിച്ച് കോൺഗ്രസ്സുകാരടുത്ത് ചോദിച്ചിട്ട് ഒരു ഉത്തരവില്ലാതിരിക്കുമ്പോൾ ഒരു അക്കൗണ്ട് കാണിച്ചിട്ട് ഇതിൽ എത്ര രൂപ പിരിച്ചു എന്ന ചോദ്യം ചോദിക്കുമ്പോൾ CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ചാനൽ ചർച്ച കഴിഞ്ഞ അരമണിക്കൂറിനകത്ത് അതിൻ്റെ ഫുൾ കണക്കും ഒപ്പം തന്നെ CMDRFിലേക്ക് തുക കൈമാറ്റം ചെയ്തതിന്റെ രേഖ കൂടി സോഷ്യൽ മീഡിയയിൽ ഇട്ടതോടുകൂടി ആ നായരെ പിന്നെ കാണാനില്ല. നായര് പിന്നെ ജീവിച്ചിരിപ്പുണ്ടോ, അദ്ദേഹം എവിടെയാണ്, ഏത് മാളത്തിലാണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. എന്തായിരുന്നാലും ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി കൊടുക്കുന്ന ഒരു ഹീറോയിസ്റ്റിക് ശൈലിയുണ്ട്. അതായത് രാത്രി 8 മണിക്ക് ഉന്നയിച്ച സാധനത്തിന് അരമണിക്കൂറിനകം MA ബേബിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റോട് കൂടി അതിന്റെ സകല തെളിവും പുറത്തേക്ക് വിടുന്ന ആ ഹീറോയിസം ഉണ്ടല്ലോ, കോൺഗ്രസ്സുകാർക്ക് നാക്കുകൊണ്ടല്ലാതെ പ്രവൃത്തി കൊണ്ട് കാണിക്കാൻ പറ്റാത്ത ഹീറോയിസമാണ് ഇന്നലെ ഇടതുപക്ഷം കാട്ടിക്കൊടുത്തത്. വയനാട് ദുരിതാശ്വാസത്തിനായി CPM പിരിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ചർച്ചയിലെ കോൺഗ്രസ് ആരോപണത്തിന് മറുപടിയുമായി CPIM ജനറൽ സെക്രട്ടറി. CPIM കേന്ദ്ര കമ്മിറ്റി പിരിച്ച 92,99,000 രൂപ 2 തവണയായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഇതിനു പുറമെ കിസാൻ സഭയും കർഷക സംഘവും ചേർന്ന് 1 കോടി രൂപയും ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയതായി CPIM വ്യക്തമാക്കിയിരിക്കുന്നു. റഹീസ് റഷീദ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. റഹീസ്, അല്പസമയം മുമ്പായിരുന്നു ഡിബേറ്റ് വിത്ത് മാധു സജിയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി എത്തിയ രാജു പി നായർ ഒരു വലിയ ആരോപണം CPMനെതിരെ ഉന്നയിച്ചത്. CPIM സ്വന്തം നിലയിൽ വയനാട് ദുരന്ത ബാധിതർക്കായി പണം പിരിച്ചു, ആ പണത്തിന് കണക്കില്ല എന്നുള്ള വലിയ ആരോപണം. അത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്ന മിനിറ്റുകൾക്കകം തന്നെ CPIMന്റെ വിശദീകരണം വന്നിരിക്കുന്നു. എന്താണ് CPIM വ്യക്തമാക്കുന്നത്? കോൺഗ്രസിന്റെ ആരോപണം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ CPIMന്റെ അഖിലേന്ത്യാ നേതൃത്വം ഇത് സംബന്ധിച്ച പ്രതികരണവുമായി രംഗത്തെത്തി. അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി തന്നെ പാർട്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പണത്തിന്റെ വിവരങ്ങൾ മാത്രമല്ല അതിന്റെ റെസിപ്റ്റ് അടക്കം മാധ്യമങ്ങൾക്ക് നൽകിയാണ് ഇക്കാര്യത്തിലുള്ള വിശദീകരണം നൽകിയിരിക്കുന്നത്. പാർട്ടി സെൻട്രൽ കേന്ദ്ര കമ്മിറ്റിയാണ് പണം പിരിച്ചത്. മൊത്തം 92,99,000 രൂപ പാർട്ടി പിരിച്ചു. ഇത് 2 തവണയായി CMRDFിലേക്ക് നൽകി. 2025 മാർച്ച് 21-നാണ് 92 ലക്ഷം രൂപ നൽകിയത്. മെയ് മാസം 26-ന് ബാക്കി പിന്നീട് ലഭിച്ച 99,000 രൂപയും നൽകി. ഈ പാർട്ടി CPM ഈ നൽകിയ ഈ അറൌണ്ട് 93 ലക്ഷത്തിന് അടുത്ത് വരുന്ന തുകയ്ക്ക് പുറമെ ഓൾ ഇന്ത്യ കിസാൻ സഭയും കർഷക സംഘവും കൂടി ചേർന്ന് പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകൾ കൂടി ചേർന്ന് 1 കോടി രൂപ ഇതിന് പുറമെ നൽകി എന്ന കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം
ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര കമ്മിറ്റി ഫണ്ട് പിരിക്കാറുണ്ട്. അത് വയനാടിന് മാത്രമല്ല, സാധാരണഗതിയിൽ എവിടെ ഏത് തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടെങ്കിലും ഫണ്ട് പിരിക്കാറുണ്ട്. അങ്ങനെ ഒരു പണപ്പിരിവാണ് നടത്തിയത്. വലിയ പ്രചരണമൊന്നും CMRDF-ലേക്ക് കൂടുതൽ പണം വേണ്ട ഒരു സാഹചര്യത്തിൽ CPM ഭരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിലും അത്തരത്തിൽ വലിയ പ്രചരണങ്ങൾ അക്കാര്യം അവിടെ നൽകിയിരുന്നില്ല. അതുകൊണ്ടാണ് 1 കോടി രൂപയ്ക്ക് താഴെ മാത്രം ലഭിച്ചിട്ടുള്ളൂ എന്നാണ് പാർട്ടി നൽകുന്ന വിശദീകരണം. CMRDF-ലേക്ക് കൂടുതൽ പണം എത്തിക്കുക എന്നതായിരുന്നു അപ്പോൾ പാർട്ടിയുടെയും കൂടി മുന്നിലുണ്ടായിരുന്ന ലക്ഷ്യം. കിട്ടിയ പണം കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. അതിന്റെ റെസിപ്റ്റും നൽകിയിട്ടുണ്ട്. റഹീസ, അതായത് റിപ്പോർട്ടർ ചാനലിന്റെ വേദിയിലിരുന്ന റിപ്പോർട്ടറിന്റെ ഡിബേറ്റ് വിത്ത് മാധു സജിയിൽ ഇരുന്നുകൊണ്ടാണ് ആദ്യമായി കോൺഗ്രസ് ഇത്തരത്തിലൊരു വലിയ ആരോപണം CPM-നെതിരെ ഉന്നയിക്കുന്നത്. വയനാട് ദുരന്ത ഫണ്ടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എത്രത്തോളം വലിയ പ്രതിരോധത്തിലാവുന്നുണ്ട്, CPM അത് എത്രത്തോളം വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതൊരു തിരിച്ചടി എന്ന വിധമായിരുന്നു ഈ ആരോപണം ഉന്നയിച്ചത്. പക്ഷേ ആ ആരോപണം ആളിക്കത്തും മുമ്പ് തന്നെ CPM വെള്ളമൊഴിച്ചു കെടുത്തിയിരിക്കുന്നു. കേട്ടല്ലോ, ഉടനടി ഏത് ചാനലിലൂടെയാണോ വാർത്ത വന്ന ആ ചാനലുകാരെ കൊണ്ട് തന്നെ രാജു പി നായർ പറഞ്ഞത് പച്ച കള്ളവും ബെടായടിയും നുണയുമാണെന്നാണ്. ഏകദേശം 93 ലക്ഷത്തോളം രൂപ പിരിച്ചു. ആ രൂപ അതേപടി നേരെ CMDRF-ലേക്ക് അങ്ങ് കൈമാറി. ഇനി കോൺഗ്രസ് പിരിച്ച പണം എത്ര, ഏത് ബാങ്ക്, ആപ്പ് എവിടെ, കണക്കെവിടെ? ഈ ചോദ്യങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായിട്ട് പല സ്വരത്തിൽ പല രൂപത്തിലുള്ളവർ ചോദിക്കുന്നു. പക്ഷേ ഉത്തരമില്ല, മെഴുകൽ. എന്നിട്ട് ഓരോ തവണയും CPM-ന്റെ അടുത്ത് കണക്ക് ചോദിക്കുമ്പോൾ തേഞ്ഞൊട്ടുന്ന അവസ്ഥ എത്തിയിട്ടും ഉളുപ്പില്ലാതെ ജനങ്ങളുടെ മുന്നിൽ വന്ന് ഈ കള്ളന്മാർ പിന്നെയും പറയാണ്, ഞങ്ങൾ ഹരിചന്ദ്രന്മാരാണ്, ഞങ്ങളെ വിശ്വസിക്കൂ, ഈ സംസ്ഥാനത്തിന്റെ ഫണ്ടെല്ലാം കൂടി ഇങ്ങോട്ട് തരൂ, അന്തസ്സായിട്ട് ഞങ്ങൾ ബുക്കി കാട്ടിത്തരാമെന്ന്. ഇങ്ങനെയുള്ള ശവം തൂക്കികൾ ആ പാവപ്പെട്ട മനുഷ്യരുടെ ശവങ്ങൾ കാട്ടി പിരിവെടുത്ത പണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരം പറയാതെ CPM-ന്റെ ആ ഫണ്ട് എവിടെ, CPM-ന്റെ ഈ ഫണ്ട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെല്ലാം ഉത്തരം കിട്ടുമ്പോൾ അവർ പിരിച്ച ഫണ്ടിന്റെ കാര്യം മാത്രം മെഴുകി 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 സ്കിപ്പായി പോകുന്ന അല്ലെങ്കിൽ എസ്കേപ്പായി പോകുന്നത് നാട് കൃത്യമായി കണ്ടിരിക്കണം. ഈ കള്ളന്മാരെ മനസ്സിലാക്കിയിരിക്കണം. കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് ഇവന്മാരെ അടുപ്പിക്കാതിരിക്കണം. കാര്യം പാവങ്ങളുടെ പേരിൽ പിരിച്ച ഫണ്ട് പുറത്തുനിന്ന് കട്ടോണ്ട് പോയവർ അകത്ത് കയറിയാൽ ഏതെങ്കിലും പാവങ്ങൾക്ക് ഗുണം കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ?